പ്രമാണിമാർക്ക് പ്രഭാത ഭക്ഷണത്തിന് അമുർ മത്സ്യം വിളമ്പി നവകേരള യാത്ര നടത്തിയ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ 23 ദിവസം മഴയിലും വെയിലിലും തെരുവിൽ കുത്തിയിരുന്ന് രാപകൽ സമരം നടത്തുന്ന ആശാ വർക്കർമാർ 3 നേരം കഞ്ഞി കുടിക്കാൻ ഗതിയുള്ളവരാണോ എന്ന് അന്വേഷിച്ചില്ല. പകരം എന്താണ് ചെയ്തത്? അവർ സമരമിരിക്കുന്ന പന്തൽ പോലീസിനെ വിട്ട് പൊളിപ്പിച്ചു. CITU വേട്ടപ്പട്ടികളെ അയച്ച് തെറി അഭിഷേകം നടത്തിച്ചു. സ്വന്തം ഉത്തരവാദിത്വം മറന്ന് കേന്ദ്രത്തിൽ പഴിചാരി തടിയൂരാൻ ശ്രമിച്ചു. ആരോഗ്യമന്ത്രിയെ പോലും സമരപ്പന്തൽ സന്ദർശിക്കാൻ വിട്ടില്ല. സമരപ്പന്തൽ സന്ദർശിച്ചവരെ പോലും വെറുതെ വിട്ടില്ല. വിഷയം സഭയിൽ ഉന്നയിച്ച മുൻ പ്രതിപക്ഷ നേതാവിനോട് പോലും കയർത്തു. ഇതിനൊക്കെ കാരണമെന്താ? പ്രകടന പത്രികയിൽ പറഞ്ഞ വേതന വർധന നടപ്പാക്കാൻ 4 വർഷമായിട്ടും തയ്യാറാകാത്ത സർക്കാരിനെതിരെ ഒരു സമരവുമായി ആശാ വർക്കർമാർ തെരുവിലിറങ്ങിയതാണ് കാരണം. കള്ളക്കണക്ക് നിരത്തി കേരളം ആഗോള നിക്ഷേപക സംഗമം നടത്തുന്നതിനിടയിൽ കഞ്ഞിക്കാശിനു വേണ്ടി ആശാ വർക്കർമാർ തെരുവിൽ സമരം നടത്തിയതാണ് പിണറായി തമ്പുരാന്റെ കലിപ്പിന് കാരണം. ഇവിടെ എല്ലാം ഭദ്രമാണെന്ന പെരുങ്കളവിന്റെ മുഖത്തേറ്റ അടിയാണ് ആശാ വർക്കർമാരുടെ സമരം. അത് കാരണഭൂതനെ പ്രകോപിപ്പിച്ചതിന് കണക്കില്ല. സമരമൊന്നുമില്ലാത്ത നാടാണ് എന്ന് പിണറായി വിജയൻ പറഞ്ഞ അതേ ദിവസം തന്നെയാണ് സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശാ വർക്കർമാർ കഞ്ഞിക്കാശിനു വേണ്ടി നടത്തുന്ന സമരത്തിന്റെ വാർത്തയും പുറത്തു വന്നത്. അത് മൂപ്പർക്ക് തീരെ സഹിച്ചില്ല. ഉച്ചകഞ്ഞി വെക്കുന്ന പ്രധാന അധ്യാപകർ അരിയും പയറും വാങ്ങാൻ കടം വാങ്ങി കഴിയുന്ന നാട്ടിൽ ധന്വന്തരം കുഴമ്പെങ്കിലും വാങ്ങാൻ തികയുമായിരുന്ന ക്ഷേമ പെൻഷൻ 6 മാസമായി കുടിശ്ശികയാക്കിയ നാട്ടിൽ, കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ 16 മാസമായി മുടങ്ങിയ നാട്ടിൽ, തൊഴിലില്ലായ്മ വേതനം കിട്ടാക്കനിയായ നാട്ടിൽ, ശമ്പളവും പെൻഷനും കിട്ടാതെ 40-ലേറെ KSRTC ജീവനക്കാർ അപമാനിതരായി ആത്മഹത്യ ചെയ്ത നാട്ടിൽ, പരീക്ഷ കടലാസിന് പോലും രക്ഷിതാക്കളോട് കൈനീട്ടേണ്ട ഗതികേടുള്ള നാട്ടിൽ, കോടികളുടെ കുടിശ്ശിക കാരണം സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളിൽ പല വ്യഞ്ജനങ്ങൾ എത്തിക്കാനും ആശുപത്രികളിൽ മരുന്നെത്തിക്കാനും മരാമത്ത് പണികൾ ഏറ്റെടുക്കാനും കരാറുകാർ തയ്യാറാവാത്ത നാട്ടിൽ 9 വർഷം കൊണ്ട് 40,000-ത്തിലധികം സ്റ്റാർട്ടപ്പുകൾ തുടങ്ങി കുടുങ്ങിയ നിലയിൽ പൂട്ടിപ്പോയ കേരളത്തിൽ 10 പ്രമാണിമാരെ വിളിച്ചു വരുത്തി അവർക്ക് കോണ്ടിനെന്റൽ ഭക്ഷണം കൊടുത്ത് ഇവിടെയെല്ലാം ഭദ്രമാണെന്ന് വരുത്താൻ നടത്തിയ വലിയ കളവിനെയല്ലേ ഈർക്കിലുകൾ എന്നും പാട്ടപ്പിരിവുകാർ എന്നും CITU നേതാക്കൾ ആക്ഷേപിച്ച ആശാ വർക്കർമാർ പൊളിച്ചു കളഞ്ഞത്? മുറിവീടിക്ക് വകയില്ലാതെ എളമരം കടവ് കടന്ന് തൊഴിലാളി നേതാവാകാൻ കോഴിക്കോട്ടെത്തി അഖിലേന്ത്യാ നേതാവായ കരീമിന് കഞ്ഞിക്ക് വക കണ്ടെത്താൻ ഗതികെട്ട് സമരം നടത്തുന്നവരോട് പരമപുച്ഛം. ഇത്തരം നോക്കുകൂലി നേതാക്കൾക്ക് സമരപ്പന്തൽ കാണുമ്പോൾ ഓക്കാനം വന്നില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. ഇടത്തോട്ട് നടന്ന് ഒടുവിൽ വലത്തെത്തിയ പിണറായി വിജയനും കൂട്ടർക്കും സമരം എന്ന് കേട്ടാൽ അലർജി ആയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. കൂത്തുപറമ്പ് രക്തസാക്ഷി സ്മൃതി കുടീരങ്ങളിൽ കാർക്കിച്ചു തുപ്പി സ്വകാര്യ സർവകലാശാലയ്ക്ക് പച്ച പരവതാനി വിരിച്ചതല്ലേ അവരുടെ ഇടതുപക്ഷം. ട്രാക്ടറിൽ തുടങ്ങി കമ്പ്യൂട്ടർ വരെ ലോകത്തുണ്ടായ സകല മുന്നേറ്റങ്ങൾക്കെതിരെയും സമരങ്ങൾ സംഘടിപ്പിച്ച് നാടിന്റെ കാലാകാലങ്ങളിലുള്ള പുരോഗതി തടസ്സപ്പെടുത്തിയവർ ഇന്ന് കേരളത്തെ സമരമില്ലാ നാടായി പ്രഖ്യാപിക്കാൻ വ്യഗ്രത കാണിക്കുന്നത് വൈകി വന്ന വിവേകമെന്നെങ്കിലും കണക്കാക്കണമെങ്കിൽ ആശാ വർക്കർമാർ നടത്തുന്ന സമരത്തെ അഭിസംബോധന ചെയ്യാനെങ്കിലും പിണറായി വിജയനും വീണ ജോർജും തയ്യാറാകണം. അടിസ്ഥാന തൊഴിൽ രംഗത്ത് ഇനിയൊരു സമരം ഉണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം. അല്ലാതെ ട്രംപിന്റെ യാത്രാമാർഗത്തിൽ ചേരി നിവാസികളുടെ കൂരകൾ കാണാതിരിക്കാൻ മതിൽ കെട്ടി മറച്ച നരേന്ദ്രമോദിയിൽ നിന്നും ഒരു വ്യത്യാസവും നിങ്ങൾക്കുണ്ടാവില്ല. ആന കൊടുത്താലും ആശ കൊടുക്കരുതെന്നാണ് പഴമൊഴി. നിങ്ങൾ കൊടുത്ത വാക്കാണ്, അത് നൽകിയ ആശയാണ് ആശാ വർക്കർമാരുടെ സമരത്തിന് ആധാരം. അവരെ നിരാശരാക്കരുത്. കോവിഡ് കാലത്ത് പോലും നാടിന്റെ ആരോഗ്യം കാത്തവരാണ്. അവരെ തള്ളിക്കളയരുത്. വേതന വർധന ഏത് തൊഴിലിനും അവകാശപ്പെട്ടതാണ്. ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്നവർക്ക് നിങ്ങൾ വീണ്ടും കൂട്ടി നൽകി. മുഖ്യമന്ത്രിക്ക് സഞ്ചരിക്കാൻ ഹെലികോപ്റ്ററും താമസിക്കാൻ 1-ാം നിലയിലേക്ക് ലിഫ്റ്റും 6 പശുക്കളുള്ള തൊഴുത്തും നീന്തി കുളിക്കാൻ നവീകരിച്ച നീന്തൽക്കുളവും ഒക്കെ ഒരുക്കിയത് ഈ ആശാ വർക്കർമാർ ഒടുക്കിയ നികുതിക്കാശു കൊണ്ടുകൂടി ആണ്. അതുകൊണ്ട് അവർക്ക് കൊടുത്ത വാക്ക് സർക്കാർ പാലിക്കണം. അല്ലെങ്കിൽ 3-ാം ഊഴം സ്വപ്നം കാണുന്ന സർക്കാർ വല്ലാതെ നിരാശപ്പെടേണ്ടി വരും.